വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് നമ്മളെ മനസ്സിൽ അത് നിലനിൽക്കേണ്ടതാണ്. ഓരോ മുസ്ലിമും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒത്തീനി വസ്സൈത്തൂൻ, അതുപോലെ തന്നെ വൽ ആദിയാത്തി ദബ്ഹൻ വല്ലുഹാ വല്ലൈലി ഇദാ സജ. ഇതൊക്കെ ഓരോ സത്യങ്ങൾ പറയാൻ വേണ്ടി, ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി അള്ളാഹു സത്യം ചെയ്തിരിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ. പക്ഷേ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും, മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ, മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗമാണ് എന്ന് ഏതോ ശാസ്ത്രജ്ഞൻ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. മനുഷ്യരാകുന്ന നമ്മൾ പൂർണ്ണമായും ചിന്തിക്കേണ്ട ഒരായത്ത് മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറയാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് വൽ അസ്രി, കാലത്തെ തന്നെയാണ് സത്യം. കാലത്തെ പിടിച്ചുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നത്. കാലം അതൊരു അത്ഭുത പ്രതിഭാസമാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ദ ഫിലോസഫി ഓഫ് ടൈം, സമയത്തിൻ്റെ തത്വദർശനത്തെക്കുറിച്ച്. അല്ലാമ ഇക്ബാലും അതുപോലെ തന്നെ അമേരിക്കൻ ചിന്തകനായ സാഹിത്യകാരനായ ബഡ്സനും തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്ത മീറ്റിങ്ങിൽ വിഷയം എന്തായിരുന്നു? ദ ഫിലോസഫി ഓഫ് ടൈം, സമയത്തിൻ്റെ തത്വചിന്തയെക്കുറിച്ചായിരുന്നു. സമയം അതെവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, ആലോചിച്ചാലും ചിന്തിച്ചാലും പിടുത്തം കിട്ടാത്ത ഒരുപാട് പ്രതിഭാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രതിഭാസമാണ് കാലം. ആ കാലത്തെ പിടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. മെസപ്പൊട്ടോണിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഹൈന്ദവ നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഇങ്ങനെ പല സംസ്കാരത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സംസ്കാരമൊന്നും ഇന്നില്ല. അതൊക്കെ കലഹരണപ്പെട്ടു പോയി. അല്ലാഹു തആല മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറയാൻ തെരഞ്ഞെടുത്ത സത്യം കാലമാണ്. ഒരിക്കലും നിങ്ങൾ കാലത്തെക്കുറിച്ച് കുറ്റം പറയരുത്. കാലത്തിനെക്കുറിച്ച് അല്ലാമ ഇക്ബാലും ബഡ്സനും തമ്മിൽ കൂടിയ വലിയ യോഗത്തിൽ വെച്ച് കാലത്തിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ പല ചർച്ചയും നടത്തി. ദ ഫിലോസഫി ഓഫ് ടൈം, സമയത്തിൻ്റെ തത്വചിന്തയെക്കുറിച്ച്. അവസാനം അല്ലാമ ഇക്ബാൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. എന്താണെന്നറിയോ? കാലം. ആ കാലത്തെക്കുറിച്ച് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ. വിശുദ്ധ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ തുസുബ്ബുദ്ദഹ്റ ഇന്നമ അനദ്ദഹ്ർ. നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്. കുരുത്തം കെട്ട കാലം, എടങ്ങേറ് പിടിച്ച കാലം, സമയമോശം എന്ന് പറയരുത്. ഇന്നമ അനദ്ദഹ്ർ, ഞാനാണ് കാലം. അള്ളാഹു പറയാണ്, ഞാനാണ് കാലം. ഇത് കേട്ടപ്പോൾ ബഡ്സൻ അല്ലാമ ഇക്ബാലിനെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന ഒരു ചരിത്രം കേട്ടിട്ടുണ്ട് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ. കാലം അതൊരു വലിയ ഒരു വലിയ ചിന്തിച്ചാൽ പിടുത്തം കിട്ടാത്തൊരു വലിയ പ്രതിഭാസമാണ്. ഈ കാലത്തെ പിടിച്ചുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, കാലം ആർക്കും പിടുത്തം കിട്ടാത്തൊരു വലിയ പ്രതിഭാസത്തെ പിടിച്ചുകൊണ്ട് മനുഷ്യൻ നഷ്ടത്തിലാണ്. ഞാനാകുന്ന, നിങ്ങളാകുന്ന മനുഷ്യൻ നഷ്ടത്തിലാണ്, ഉറപ്പായിട്ടും നഷ്ടത്തിലാണ്. ലഫീ ഖുസ്ർ, തീർച്ചയായും നഷ്ടത്തിലാണ്. ആരൊഴിച്ച് 4 പേരെ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നഷ്ടത്തിലാണെന്ന് പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് 4 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ 4 പേരിൽ പെടണം. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴിക്കൽ. പാറ പോലെ ഉറച്ച വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസം അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസം, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് പതറുന്ന വിശ്വാസമല്ല, അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസമുള്ള ആളുകൾ ഒഴികെ
അമിലുസ്വാലിഹാത്ത്, ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ പിന്നെ അമിലുസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും, നല്ലതേ ചെയ്യൂ. വിശ്വാസമുള്ളവർ പിന്നെ നല്ലതല്ലേ ചെയ്യുള്ളൂ, മോശമൊന്നും അവർ ചെയ്യൂല. മോശമായ ഒരു കാര്യത്തിൽ അവർ നീങ്ങൂല. കാരണം അവരുടെ ഹൃദയത്തിൻ്റെ വാരിയല്ലുകൊണ്ട് കോർക്കപ്പെട്ട ഹൃദയത്തിൽ പതിച്ചിരിക്കുന്ന ആ വിശ്വാസത്തെ അവർ രൂഢമൂലമായി സംരക്ഷിക്കും. പിന്നെ ഒത്തവാസോ ബിൽ ഹഖ് ഒത്തവാസോ ബിസ്സബ്ർ, സത്യം വിളിച്ചു പറയും, സത്യമേ പറയൂ. ഹക്കായ കാര്യം പരസ്പരം ഉപദേശിക്കും. സത്യമേ പറയാവൂ. കുലിൽ ഹഖ് വ ഇൻ കാന മുറ, നീ കയ്പായിരുന്നാലും സത്യം പറ. ആ സത്യം കൊണ്ട്, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കും. ഒത്തവാസോ ബിസ്സബ്ർ, നന്മ കൊണ്ട്, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കും. ക്ഷമിക്കണം. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിച്ചു പോകണം. ടെൻഷനാവരുത്. നീ ടെൻഷനായിട്ട് പ്രയാസം ഉണ്ടാവരുത്. അത് നിനക്ക് കേടാണ്. ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിച്ചേ പറ്റൂ. സംസാരിക്കേണ്ടടുത്ത് ക്ഷമിച്ചുകൊണ്ട് സംസാരിക്കണം. പെട്ടെന്ന് എടുത്തു ചാടരുത്. പ്രശ്നങ്ങളുണ്ടാവരുത്, പ്രയാസങ്ങളുണ്ടാവരുത്. ഈ ഒരൊറ്റ ആയത്ത്, ഈ അല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ഈ 4 ഗുണങ്ങളില്ലാത്ത മനുഷ്യന്മാരൊക്കെ നഷ്ടത്തിലാണെന്ന് ആ ചെറിയ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. നാം ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ? ഒന്ന് കുലങ്കശമായി ചിന്തിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.